ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എനിക്ക് ഒത്തിരി അധികം റിക്വസ്റ്റ് വന്നിരിക്കുന്നതാണ് ഓണം സ്പെഷ്യലായിട്ട് ജാസ്മിൻ ബഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ഹെയർ ആക്സസറീസിൻ്റെ മേക്കിംഗ് വീഡിയോ ചെയ്യോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ നമ്മളിന്ന് രണ്ട് മോഡലാണ് ജാസ്മിൻ ബഡ്സ് യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് മോഡലിനായിട്ട് നമ്മൾ ജാസ്മിൻ ബഡ്സ് ആണല്ലോ നമ്മളുടെ മെയിൻ ഐറ്റം, അത് നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ ഗോൾഡൻ കളറിലെ പോളൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതേ എടുത്തിരിക്കുന്നതാണ് സെൻറ്റർ ക്ലിപ്പ്. ഇത് നിങ്ങൾക്ക് പല സൈസിലും പല റേറ്റിലും നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഗോൾഡൻ കളറിലും സിൽവർ കളറിലും നമുക്ക് ഈ ഒരു സെൻറ്റർ ക്ലിപ്പ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ സെൻറ്റർ ക്ലിപ്പ് എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ക്യാൻവാസ് ഷീറ്റോ അല്ലെങ്കിൽ ഫെൽ ഷീറ്റോ ആണ്. എന്നിട്ട് ഞാൻ ഈ ക്യാൻവാസ് ഷീറ്റ് നമ്മളുടെ ആ ഒരു സെൻറ്റർ ക്ലിപ്പിൻ്റെ സെയിം ലെങ്ത്തിൽ കട്ട് ചെയ്തെടുത്തിട്ട്, അതായത് ആ ഒരു മുകൾ ഭാഗത്തിൻ്റെ ലെങ്ത്തിലും വിഡ്ത്തിലും ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് ഗ്ലൂ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലൂ ഗണ്ണിന് പകരം B7000 അങ്ങനെ ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളിത് ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ആ ഒരു ക്യാൻവാസ് ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് ജാസ്മിൻ ബഡ്സിൻ്റെ ഇതുപോലെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ജാസ്മിൻ ബഡ്സ് എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ബഡ്സിൻ്റെയും സൈസ് ഒരേ സൈസ് ആയിരിക്കണം. എന്നാൽ മാത്രമാണ് കാണുമ്പോൾ ഒരു വൃത്തി തോന്നുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ഓരോ ജാസ്മിൻ ബഡ്സും ഇതുപോലെ അപ്പുറവും ഇപ്പുറവും വരുന്ന പോലെ ഒട്ടിച്ചൊട്ടിച്ച് ഒരേ റോ നമ്മളെപ്പോഴും കറക്റ്റായിട്ട് കൊണ്ടുവരുന്ന രീതിയിൽ നമുക്ക് താഴെ വരെ ഒട്ടിച്ചു പോകാം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ തന്നെ ഒത്തിരിയധികം ജാസ്മിൻ ബഡ്സ് യൂസ് ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ജാസ്മിൻ ബഡ്സ് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മളുടെ വീഡിയോ കാണുന്ന എല്ലാവരും എന്തായാലും ഇപ്പോൾ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാം കേട്ടോ. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ ഇതുപോലെ ഹെയർ ആക്സസറീസ് ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് കൂടി ഈ ഒരു വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഈ ഒരു ആക്സസറീസ് ഒക്കെ സെയിൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും, അതായത് ഈ വീഡിയോ കാണുന്ന ആർക്കെങ്കിലും ഈ ഒരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നമ്മൾ കസ്റ്റമൈസ്ഡ് ഹെയർ ആക്സസറീസ് ഒക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരേ റോളായിട്ട് നമ്മൾ അപ്പുറവും ഇപ്പുറവും വരുന്ന പോലെ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൻ്റെ ആ ഒരു സെൻറ്റർ ഭാഗത്ത് ഇങ്ങനെ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന രീതിയിലും നമ്മൾ ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് കൊടുക്കാം കേട്ടോ. അതെ ഇതുപോലെ. പിന്നെ നിങ്ങളിങ്ങനെ ഗ്ലൂ ഗണ്ണൊക്കെ യൂസ് ചെയ്യുന്നത്, ഗ്ലൂ ഗൺ എന്നല്ല ഏത് ഗ്ലൂ യൂസ് ചെയ്യുമ്പോഴും നമ്മൾ വൃത്തിക്ക് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ നോക്കുക. അതായത് പുറമേക്കൊന്നും ഗ്ലൂ ഇങ്ങനെ തള്ളി നിൽക്കാത്ത രീതിയിൽ, അതായത് ആ ഒരു ഗ്ലൂവിൻ്റെ ഒരു അംശം പുറത്തോട്ട് കാണാത്ത രീതിയിൽ നല്ല വൃത്തിക്ക് തന്നെ ഓരോന്നും അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ ഞാനിവിടെ ബേസായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നത് ക്യാൻവാസ് ആണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫെൽറ്റൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മൊത്തത്തിൽ ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൈ വെച്ചൊക്കെ ഒന്ന് പിടിച്ച് മൊത്തത്തിലൊന്ന് ഫുള്ളായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതായത് ഒരേ റോള് വരാനും എവിടെയെങ്കിലും ഗ്യാപ്പ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതായത് നമ്മൾ മൊത്തത്തിൽ അത് സെറ്റ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, പോളൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഈ ഒരു സെപ്പറേറ്റ് ചെയ്തെടുത്തിരിക്കുന്ന ഈ ഒരു ഐറ്റാണ് നമ്മൾ ആ ഒരു ജാസ്മിൻ ബഡ്സിൻ്റെ ഇടയിലായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ പോകുന്നത്. ഇത് കുറച്ചീച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മുടെ ഈ ഒരു പോളൻ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ആ ഒരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ ഒരു ഗ്രൂപ്പിൽ നമ്മൾ ഇതുവരെ ചെയ്തിട്ടുള്ള, അതായത് ഇതുവരെയും നമ്മൾ ഓരോ പ്രാവശ്യമായിട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസും അപ്ഡേഷൻസും ഒക്കെ നമ്മൾ ആ ഒരു ഗ്രൂപ്പിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ക്ലിയറൻസ് സെയിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ നല്ല ഓഫർ ഇട്ടും നമ്മൾ പ്രൊഡക്റ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെറ്റീരിയൽസ് ഒന്നും സെയിൽ ചെയ്യുന്നില്ല, അതിലൂടെ നമ്മൾ ഇതുപോലത്തെ പ്രൊഡക്റ്റുകൾ മാത്രമായിട്ടാണ് സെയിൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, അതിലൊന്ന് ജോയിൻ ചെയ്യാം കേട്ടോ. ഒപ്പം നിങ്ങൾ നല്ലപോലെ ഒന്ന് സപ്പോർട്ടും ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ മൊത്തത്തിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ പോളൻസ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇതുപോലെ എവിടെയൊക്കെ ഗ്യാപ്പ് ഉണ്ടോ അവിടെയൊക്കെ നമ്മൾ ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ
ജാസ്മിൻ ബഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റർ ക്ലിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ജാസ്മിൻ ബഡ്സും അതുപോലെ തന്നെ ഈ റെഡ് കളറിലെ പോളൻസും യൂസ് ചെയ്തിട്ട് നമ്മളൊരു കോമ്പാണ് സെറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മൾ ഇതുവരെയും കോമ്പ് യൂസ് ചെയ്തിട്ട് ഒറ്റ ഹെയർ ആക്സസറീസും ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു മോഡലാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ഒരു കോമ്പിൻ്റെ ബേസ് ഭാഗത്തിൻ്റെ സെയിം ലെങ്ത്തിലായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ക്യാൻവാസ് ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. നേരത്തെ ചെയ്ത ആ ഒരു സെയിം മെത്തേഡ് തന്നെ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ക്യാൻവാസ് ഷീറ്റ് ഇതുപോലെ ആ ബേസിൽ നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഗ്ലൂ ഗൺ തന്നെ യൂസ് ചെയ്യണം എന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടുന്ന ഏത് ഗ്ലൂ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഒരു ഫെൽറ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ക്യാൻവാസിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മളിത് ഇതുപോലെ പോളൻ്റെ സ്റ്റെമ്മൊക്കെ കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് 2 റോ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ജാസ്മിൻ ബഡ്സ് ഒട്ടിച്ച് കൊടുക്കുക. ജാസ്മിൻ ബഡ്സ് ഒട്ടിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരേ സൈസിൽ ഒട്ടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോഴായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ആ സെൻറ്ററിൽ ഒരു ഗ്യാപ്പൊന്നും കാണാത്ത രീതിയിൽ വേണം നമ്മൾ ഒട്ടിച്ച് കൊടുക്കാൻ. ഇനി എന്ത് ചെയ്യുക, ഈ ഒരു സെയിം സംഭവം നമ്മൾ റിപ്പീറ്റ് ചെയ്യുകയാണ്. പോളൻ വെച്ച് കൊടുക്കുന്നു, 2 റോയിൽ ജാസ്മിൻ ബഡ്സ് വെച്ച് കൊടുക്കുന്നു, പിന്നെയും പോളൻ വെച്ച് കൊടുക്കുന്നു. നമുക്ക് ഈ ഒരു കോമ്പ് പ്ലാസ്റ്റിക് അല്ലാണ്ട് മെറ്റലായിട്ടും കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ അവൈലബിൾ ആയിട്ടുള്ള ആ ഒരു കോമ്പ് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മളിതുപോലെ മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന 2 മോഡൽ ഹെയർ ആക്സസറീസ് ആണ്. അത് ഓണം സ്പെഷ്യലായിട്ട് ജാസ്മിൻ ബഡ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. പിന്നെ നമുക്ക് ഈ ഒരു ഐറ്റം എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാമെന്നൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് 30 to 45 ആ ഒരു റേഞ്ചിൽ നമുക്ക് കോമ്പ് സെയിൽ ചെയ്യാം. നിങ്ങൾക്ക് അതിൽ കൂടുതൽ സെയിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ജാസ്മിൻ ബഡ്സ് യൂസ് ചെയ്തിട്ടുള്ള സെൻറ്റർ ക്ലിപ്പ് ആണെങ്കിൽ ഒരു 50 to 65 ആ ഒരു റേഞ്ചിലും സെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.